പാലക്കാട് കണ്ണാടിയിൽ 3 കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു. വിനീഷ്, റെനിൽ, അമൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. വിനീഷും റെനിലും കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് അംഗങ്ങളാണ്. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, എന്തായിരുന്നു അക്രമത്തിന്റെ തുടക്കവും ഇങ്ങനെ വെട്ടേൽക്കുന്ന സംഭവത്തിലേക്ക് എത്തിയ കാര്യങ്ങൾ എങ്ങനെ? പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? 10:30 ഈ സംഭവം ഉണ്ടായത്. ഒരു 5 അംഗ സംഘമാണ് 4 കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടി പരിക്കേൽപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പരിക്ക് പറ്റിയ വിനീഷ് എന്നല്ല റെനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഉണ്ടായത്? ഈ പലിശയ്ക്ക് ബ്ലേഡ് മാഫിയ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു സുഹൃത്ത് ഓട്ടോക്കാരൻ, പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളി, അവനൊരു 5000 രൂപ പലിശയ്ക്ക് പൈസ എടുത്ത് അത് 2-3 അടവ് വീഴ്ച വരുത്തി. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം കൊണ്ട് ഇന്നലെ വന്ന് അവനെ രാത്രി വന്ന് അടിക്കാനും വന്നപ്പോൾ നമ്മൾ പിരിച്ചു വിടുകയാണുണ്ടായി. പിരിച്ചു വിട്ട് ആ തർക്കം ഒഴിവാക്കി വിട്ടത് കാലത്ത് വീണ്ടും മാരകായുധങ്ങളുമായി വന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? അവർ 6ഓളം പേരുണ്ടായിരുന്നു. നിങ്ങളുടെ പരിക്ക് എങ്ങനെയുണ്ട്? മറ്റുള്ളവരുടെ പുറത്താണ് വെട്ടിയിരിക്കുന്നത്. വാള് കൊണ്ട് വെട്ടിയത്. എങ്ങനെയുണ്ട്? കുറവ് പെയിനുണ്ട്. എന്ന് കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രശ്നമുണ്ടോ? ഉണ്ട്, കുറച്ച് നാളുകളായിട്ടുണ്ട്. നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണോ? അല്ല, ഇവർ മാത്തൂരുള്ള ആളുകളാണ്. ഞങ്ങൾ പയ്യൻ പലിശയ്ക്ക് എടുത്തെന്ന് പറഞ്ഞ പയ്യൻ കണ്ണാടിയിലുള്ള പയ്യനാണ്, നമ്മുടെ സുഹൃത്താണ്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. പലിശയ്ക്ക് എടുത്ത ആൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ്? ആണ്. ഇപ്പോൾ അവരെങ്ങനെ വന്ന്, എന്താണ് ഉണ്ടായത്? എപ്പോഴായിരുന്നു സംഭവം? കാലത്ത് ഒരു കാറിൽ വന്ന് ഇറങ്ങും, മാരകായുധങ്ങളുമായിട്ട് ഓടി വന്ന് ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. ഞങ്ങൾ മാരകായുധങ്ങളുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഓടിച്ചിട്ട് വെട്ടി വീഴ്ത്തിയ ശേഷം നിലത്തിട്ട് മർദ്ദിക്കുകയും എൻ്റെ കണ്ണനൂർ ജംഗ്ഷനിൽ ആ ഓഫീസിന് മുമ്പിൽ വെച്ച കാറ് പൂർണ്ണമായി തല്ലിപ്പൊളിച്ചിട്ടുള്ള സ്ഥിതിയാണ് ഉണ്ടായത്. ഈ ആക്രമണം നടത്തിയവരെ അറിയോ? ഇതിനും അറിയാം. പരിചയമുണ്ടോ? പരിചയം. ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണോ ഒരു വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നങ്ങളൊക്കെ? അതെ. ഈ പലിശയ്ക്ക് കൊടുത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് എത്തിയതെന്നാണ് ഇതിൽ റെനിൽ, ഈ പരിക്ക് പറ്റിയ റെനിൽ പറയുന്നത്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണ്, മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ബ്ലേഡ് മാഫിയയുടെ ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ഇതിൽ കോൺഗ്രസും ആരോപിക്കുന്നത്.